മാതൃകം എന്ന കൃതി, അതിൻ്റെ പ്രമേയം തികച്ചും വ്യത്യസ്തമാണ്. പൈതൃകം എന്നൊക്കെ സുപരിചിതമായ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ എഴുതാൻ അങ്ങയെ പ്രേരിപ്പിച്ചത് എന്താണ്? ഞാൻ ഉദ്ദേശിച്ചത്, ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. സ്ത്രീരോഗമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ധാരാളം സ്ത്രീകളെ, ഗർഭധാരണത്തെ, പ്രസവത്തെ, അതിൻ്റെ സങ്കീർണതകളെ ഒക്കെ കാണാനും ചില വളരെ സങ്കടകരമായ ചില അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന അവസ്ഥയുമുണ്ട്. അതേപോലെ തന്നെ സന്തോഷം നൽകുന്ന ഒന്നുകൂടിയാണ് ഗൈനക്കോളജി എന്നല്ല അതിനെ പറയേണ്ടത്, ഒബ്സ്റ്ററ്റിക്സ്. പ്രസവം ആയിട്ട് ബന്ധപ്പെട്ടതിന് ഒബ്സ്റ്ററ്റിക്സ് എന്നാണ് പറയുക. ഗൈനക് എന്ന് പറഞ്ഞാൽ മറ്റ് അസുഖങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേയേറെ സങ്കീർണതകൾ, ഓരോ കഥാപാത്രമാണ് ഓരോ രോഗിയും. അപ്പോൾ ഡോക്ടർ ദൈവമല്ല എന്നുള്ളതും അത്തരത്തിലുള്ള ഒരു സമാഹാരമാണ്. രോഗികൾ, എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ, അവരുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ ഉൾപ്പെടെ അങ്ങനെയൊക്കെ ഉള്ളതാണ് വാസ്തവത്തിൽ ഡോക്ടർ ദൈവമല്ല എന്നുള്ളതിൽ ആണെങ്കിൽ. ഇവിടെ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തെ കൂടി ഞാനതിൽ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഗൈനക്കോളജി ശാസ്ത്രത്തെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ, ഗർഭധാരണത്തെപ്പറ്റിയും പ്രസവത്തെപ്പറ്റിയും അതിൻ്റെ സങ്കീർണതകളെ പറ്റിയുമൊക്കെ സാധാരണക്കാർക്കൊരു അവബോധമുണ്ടാകേണ്ട ആവശ്യമുണ്ട്. എല്ലാം ഒരു ഡോക്ടർ പഠിക്കണ പോലെ പഠിക്കണമെന്നില്ലെങ്കിൽ പോലും അതിലെ ശാസ്ത്രവും അതിലെ സങ്കീർണതകളും മനസ്സിലാക്കാൻ സാഹിത്യകൃതികളുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. ചില കവിതകൾ, തച്ചൻ്റെ മകൾ എന്ന് പറയുന്ന വിജയലക്ഷ്മി യുടെ കവിത, അതേപോലെ തന്നെ അരുന്ധതി റോയുടെ നോവല്, അങ്ങനെ പല നോവലുകളിലെയും കഥകളിലെയും കഥാപാത്രങ്ങളിലെ അല്ലെങ്കിൽ കഥാസന്ദർഭങ്ങളിലൂടെ ഈ ഒരു ഗർഭധാരണത്തിലെയും പ്രസവത്തിലെയും ഒക്കെ ശാസ്ത്രവും സങ്കീർണതകളും ഒക്കെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നാണ് ഞാൻ ഈ പുസ്തകരചന കൊണ്ട് ഉദ്ദേശിച്ചത്. നാം ജീവിതം ചുട്ടെടുക്കുന്നവർ എന്ന അങ്ങയുടെ കഥയിൽ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഇത്തരം ആളുകളെ പരിചരിക്കുന്നതിൽ നമുക്ക് ജാഗ്രതക്കുറവ് സംഭവിക്കുന്നുണ്ടോ? ഓട്ടിസം എന്താണെന്ന് നിങ്ങൾക്ക് മുതിർന്നവർക്കെങ്കിലും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്. അവരിൽ തന്നെ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്. പക്ഷെ അവർക്ക് സോഷ്യൽ ഇൻവോൾവ്മെൻറ്റിലാണ് അവർക്ക് പ്രധാനമായിട്ട് പ്രശ്നമുള്ളത്. പരസ്പരം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ആചാരങ്ങൾ, ഇതൊക്കെ ഇവർക്ക് എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പക്ഷെ ചിലർ വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കും, കലാകാരന്മാരായിരിക്കും, പാട്ടുകാരുണ്ട്, നമുക്കറിയാം അല്ലേ? ഓട്ടിസം കുട്ടികളിൽ നല്ല കലാകാരന്മാരുണ്ട്, നല്ല ശാസ്ത്ര പ്രതിഭകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പൊതുവെ അറിയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പരിചരിക്കുന്നതിൽ നമുക്ക് ചില പിഴവുകൾ പറ്റുന്നുണ്ടാകാം. അതിനെ പ്രതിപാദിക്കുന്ന കൃതികളും സിനിമകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഓട്ടിസത്തിൻ്റെ. അതിൽ പലപ്പോഴും പറയപ്പെടാതെ പോകുന്ന ഒന്നാണ് ലൈംഗികമായിട്ടുള്ള ഇത്തരം കുട്ടികൾ, യുവാക്കളാവുമ്പോൾ അവർക്കുണ്ടാകുന്ന ചില ആഗ്രഹങ്ങൾ അങ്ങനെയുണ്ടല്ലോ. അതൊക്കെ ഒരു ഓട്ടിസം ബാധിച്ച കുട്ടിക്കും ഉണ്ടാവും. പക്ഷെ ഓട്ടിസം ബാധിച്ച കുട്ടി, ഓട്ടിസമുള്ളൊരു കുട്ടി അത്തരം അഭിനിവേശങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പൊതുസമൂഹം ആ കുട്ടിയെ വല്ലാതെ ദ്രോഹിക്കുന്ന, ഉപദ്രവിക്കുന്ന ഒക്കെ അവസ്ഥയുണ്ട്. അവർ വാസ്തവത്തിൽ വളരെ അഭിമാനികളാണ്. അവരങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യില്ല. പക്ഷേ ആ ഒരു അവസ്ഥയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സാധാരണ കുട്ടികളുടെ അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ ഈ കുട്ടികളുടെ ഇത്തരം ചോദനകളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതെങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതൊക്കെ പിന്നീട് സയൻറ്റിസ്റ്റുകളും അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞരും ഒക്കെ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ അതിനൊരു ഒരു ചിന്ത ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഒരു സിനിമയൊക്കെ വന്നിട്ടുണ്ട് തമിഴിൽ, അല്ലേ? മമ്മൂട്ടി അഭിനയിച്ച പേര് ഞാൻ മറന്നുപോയി.
എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഞാൻ വായിച്ച എൻ്റെ ഓർമ്മയിൽ ഈ ഒരു വിഷയം ഒരു പക്ഷേ ആദ്യം കഥയിൽ വന്നത് ഇത് തന്നെയാണ്. സുഭാഷ് ചന്ദ്രൻ്റെ നോവലിലും വരുന്നുണ്ട് അങ്ങനെ ഒരു കഥാപാത്രം. നമ്മുടെ സാഹിത്യത്തിൽ സ്ത്രീകൾ എഴുത്തിന് മുഖ്യധാരയിലേക്ക് എത്തിയത് വളരെ വൈകിയാണ്. പലരും സ്ത്രീപക്ഷ എഴുത്തുകൾക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ അങ്ങ് മാനവികതയിലേക്ക് ഉയർത്തുന്ന രചനകൾക്കാണ് പ്രാധാന്യം നൽകിയത്. ഈ മാറ്റത്തിന് കാരണം എന്താകാം? ഈ ഫെമിനിസം വരുന്നത് എങ്ങനെയാണ്? അത് മാനവികതാ ബോധത്തിൽ നിന്ന് തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് സ്ത്രീയുടെ മാത്രം, സ്ത്രീ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്. എല്ലാ കാര്യത്തിലും അവൾ രണ്ടാം തരം പൗരയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ഒരു വ്യവസ്ഥയിൽ സ്ത്രീക്കൊരു രണ്ടാം കിട പൗര ആയിട്ടുള്ള ഒരു പരിഗണനയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാറുന്നുണ്ട്, കാലം കൊണ്ട് അത് മാറി വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ജാതീയത. പല കാര്യങ്ങളിലും പാർശ്വവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെ മനസ്സിലാക്കുക, എഴുതുക എന്നത് തന്നെയാണ് എഴുത്തുകാരുടെ കർത്തവ്യം. അവർ ചെയ്യുന്നതും ഈ കൂടുതൽ സ്ത്രീപക്ഷമായിട്ട് എഴുതുന്നവരും കുറച്ച് മാത്രം ആണെന്നാണല്ലോ അങ്ങനെ. വാസ്തവത്തിൽ എനിക്ക് അങ്ങനെയാണ്. സ്ത്രീയുടെ ഭാഗം മാത്രം എഴുതുക എന്നുള്ളതല്ല, പുരുഷൻ്റെ ഭാഗവും അതേപോലെ തന്നെ മറ്റെല്ലാ തരത്തിലും മാറ്റി നിർത്തപ്പെടുന്ന ആളുകളിലേക്കാണ് എഴുത്തുകാരൻ്റെ കാഴ്ച ചെന്നെത്തുന്നത്. അതങ്ങനെ തന്നെയാണ്. ചരിത്രത്തിൽ ചില ഇരുണ്ട വശങ്ങളുണ്ട്, ഇരുണ്ട മാർജിനുകളുണ്ട് ജനറൽ ചരിത്രത്തിൻ്റെ അപ്പുറത്ത്. അവിടെ നിൽക്കുന്ന മനുഷ്യരെ കണ്ടെത്തുക, ആവിഷ്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ കാണുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീകളെപ്പറ്റി തന്നെ കൂടുതൽ എഴുതുന്ന ആളുകൾ അത് കൂടുതൽ അനുഭവത്തിൽ വരുന്നത് കൊണ്ടായിരിക്കാം. ഡോക്ടർ ടേൺ ടു റൈറ്റർ. ഈ ഒരു മാറ്റം വളരെ അപൂർവമാണ്. ഹതാശരായ മനുഷ്യരുമായ ഇടപെടൽ കാരണമാണോ എഴുത്തിലേക്ക് വരാനുള്ള കാരണം? ഡോക്ടർമാരിൽ എഴുത്തുകാർ ധാരാളം ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ തന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുണ്ട്, ലോക സാഹിത്യത്തിലും ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ധാരാളം എഴുത്തുകാർ ഡോക്ടർ ഗ്രൂപ്പിൽ നിന്ന് ഇഷ്ടംപോലെ എഴുത്തുകാരുണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഒരു ഡോക്ടർക്കാണ്, MMCയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ ഡോക്ടർമാർക്ക് ഇഷ്ടം പോലെ ജീവിതം കാണാനുള്ള അവസരമുണ്ട് അല്ലേ? ഈ സങ്കടങ്ങളുമായിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞു സങ്കടങ്ങളിൽ നിന്നാണ് ആർട്ടുണ്ടാവുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ സങ്കടങ്ങൾ ധാരാളമായിട്ട് കാണുന്ന ഡോക്ടർമാർ നന്നായി കണ്ണു തുറന്നു വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു രോഗിയുടെ കയ്യിന് അസുഖം വരുമ്പോൾ കൈ മാത്രം ചികിത്സിക്കുക, തലവേദന ഉണ്ടാകുമ്പോൾ തല മാത്രം, അങ്ങനെയല്ലാതെ സമഗ്രമായിട്ടൊരു വ്യക്തി എന്ന നിലയിൽ ഒരു രോഗിയെ നോക്കിക്കാണുമ്പോൾ കഥകൾ തന്നെ വരും. അവരുടെ കഥ നമ്മുടെ മുന്നിൽ നിവർന്നു വരികയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഒരു മനുഷ്യനെ സമഗ്രമായിട്ട് കാണുക, അവരുടെ ജീവിതത്തെ, മനുഷ്യന് മാത്രമല്ല അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം സമഗ്രമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കഥ നമ്മുടെ മുന്നിൽ പറക്കുകയാണ്. കോഴിക്കോട് സാഹിത്യ നഗരമാകുന്നതിൽ വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് അങ്ങ്. അതിനുവേണ്ടി നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയത്? സാഹിത്യ നഗര പദവി ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തി എന്നാണ്. ഒരുപക്ഷെ എനിക്കൊന്ന് സാഹിത്യ നഗരത്തിൽ പല കാര്യങ്ങൾക്കായിട്ട് എത്തിയ, ഈ ഗവേഷണത്തിനൊക്കെ ആയിട്ട് എത്തിയ ആളുകൾ, കേരള ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ആളുകൾ, അവർക്കൊക്കെ ഒരു തോന്നലുണ്ടാവുകയാണ് ഇത് ഒരു സാഹിത്യ നഗര പദവി ലഭിക്കേണ്ട ഒരു പ്രദേശമാണെന്ന്. ആ ഒരു തോന്നലിൽ നിന്നാണ് വാസ്തവത്തിൽ പിന്നീട് ഡാറ്റകളൊക്കെ കളക്ട് ചെയ്യുന്നത്. വായനശാലകൾ കണ്ടെത്തുന്നു, എത്ര വായനശാലകളുണ്ട്, എത്ര പാരമ്പര്യ ചരിത്ര സ്മാരകങ്ങളുണ്ട്, എന്തെല്ലാം നമ്മുടെ ചരിത്രത്തിൽ ഉണ്ട് സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട്. രേവതി പട്ടത്താനം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സാമൂതിരി രാജാവിൻ്റെ സദസ്സിൽ വെച്ച് നടത്തിയിരുന്ന ജ്ഞാനം, അതേപോലെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട മത്സരങ്ങൾ അല്ലേ? 18 കവികൾ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? 18 കവികൾ, 18 കവിയും ഒരു അരക്കവി, 17 കവിയും അല്ലേ, 18 കവി.
അരക്കവി എന്നുള്ളത് അരജനാണ് എന്നും പറയുന്നുണ്ട്, രാജാവാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രം അവിടെ ഉണ്ട്. പിന്നെയുമുണ്ട് ധാരാളമായിട്ട് മാപ്പിളപ്പാട്ടുകളുടെ ചരിത്രമുണ്ട്. അങ്ങനെ ഈ ചരിത്രത്തെയൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയാണ്. എന്തെല്ലാം സാംസ്കാരിക പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. ഒരു ഗവേഷണ ബുദ്ധിയോടെ ഇതെല്ലാം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു അപ്ലിക്കേഷൻ കൊടുത്താൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നഗരത്തിൻ്റെ ഭരണാധികാരികൾക്കും തോന്നുകയും എല്ലാവരുടെയും കൂടി യോജിച്ചൊരു പ്രവർത്തനങ്ങൾ NIT അവർ പലരും ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു പിക്ചർ യുനെസ്കോയുടെ മുമ്പിൽ എത്തിക്കാൻ സാധിച്ചത്.